ഞാനും നിങ്ങളും ഇവിടെ സമാധാനത്തോടെ ഇരിക്കുമ്പോ അലപ്പോയുടെ നഗരം കത്തി അമരുകയല്ലേ സഹോദരാ? അവിടുന്ന് പതിനായിരങ്ങളല്ല ലക്ഷങ്ങളല്ലേ പലായനം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ നാനാദിക്കിലേക്ക് ചെല്ലുമ്പോ റജബ് തയ്യിബ് ഉർദുഗാനെ പോലെയുള്ള തുർക്കിയിലെ ഭരണാധികാരിയും അതുപോലെ ചില്ലറ ഭരണാധികാരികളും സിറിയയിൽ നിന്ന് വരുന്ന അഭയാർത്ഥികളെ സ്വീകരിക്കുമ്പോ അലപ്പോ നഗരം കത്തിയമർന്നോ എന്ന് വായിച്ചിട്ട് പത്രം മടക്കി വെച്ചാ പോരാ, വാർത്ത അറിഞ്ഞിരുന്നാ പോരാ. അവിടെ നിന്ന് നമ്മളെ പോലെയുള്ള നമ്മുടെ സഹോദരങ്ങളാണ്, സഹോദരിമാരാണ്, കുഞ്ഞോമന മക്കളാണ് നാട് വിട്ട് വേദനിച്ചു കൊണ്ടുപോകുന്നത്. അവിടെ ബഷാറുൽ അസദ് എന്ന ധിക്കാരിയായ പേക്കോലമാണ് റഷ്യയുടെ സഹായത്തോടുകൂടി ഈ പാവപ്പെട്ട കുരുന്നുകളെ ഇല്ലായ്മ ചെയ്യുന്നതെങ്കിൽ ആ ബഷാറിന് ഇസ്ലാമുമായി വല്ല ബന്ധവുമുണ്ടോ? ഹബീബായ തങ്ങളെയും മഹാന്മാരെയും അവഗണിക്കുന്ന ഏതോ ചിന്താധാരയ്ക്ക് ഇസ്ലാം എന്ന് പേരിട്ട് അതിന്റെ ആളാണ് ബഷാറുൽ അസദ്. എത്ര കാലമായി? 5 കൊല്ലത്തോളമായില്ലേ ലക്ഷക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു. ലോകത്ത് വല്ല കണക്കുണ്ടോ സഹോദരന്മാരെ? ലോകത്തതിന്റെ വല്ല കണക്കും പറയാനുണ്ടോ? സിറിയയിൽ നിന്ന് ലോകത്തേക്ക് ഒത്തൊഴുകി വരുന്ന അഭയാർത്ഥികളുടെ വേദനകൾ, അലപ്പോയുടെ നഗരം കത്തിയമരുമ്പോ ഇമാമിയങ്ങൾ എഴുതിയ താരീഖ് ഹലബ് എന്ന ഗ്രന്ഥത്തിന്റെ ആമുഖം വായിച്ചു നോക്കിയിട്ട് കരഞ്ഞു പോവുകയാണ്. കാരണം ഇസ്ലാമിക നാഗരികതയുടെ കളിത്തൊട്ടിലുകളിൽ 3ാമതായി എണ്ണിയ നാടാണ് ഹലബ് എന്ന് പറയുന്ന അലപ്പോ. ആ അലപ്പോയുടെ മണ്ണിന് പറയാൻ ഇന്നലകളുടെ മഹാന്മാരുണ്ടേ, നമ്മൾ അറിയുന്നില്ല. ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കുകയും മഹാന്മാരെ സ്നേഹിക്കുകയും ചെയ്യുന്ന പാരമ്പര്യ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോയിട്ടാണ് ഈജിപ്ത് ആവട്ടെ, ഇറാഖ് ആവട്ടെ, സിറിയ ആവട്ടെ, ലിബിയ ആവട്ടെ, ടുണീഷ്യ ആവട്ടെ, അൾജീരിയ ആവട്ടെ, ഇതുപോലുള്ള രാജ്യങ്ങളെല്ലാം നടന്ന സംഭവങ്ങളുടെ ചരിത്രങ്ങൾ കണക്കുകൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിച്ചാൽ എത്രയോ പറയാനുണ്ട് സഹോദരന്മാരെ. നമ്മളതൊന്നും അറിയാനുള്ള നേരല്ല. നമ്മൾ ഏതോ ഒരു ലോകത്തിങ്ങനെ ജീവിക്കുകയാണ്. നമുക്ക് റസൂലുള്ളാഹിനെ വായിക്കാനുള്ള നേരല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനുള്ള സമയമില്ല. നമ്മൾ ഏതൊക്കെയോ ലോകത്തങ്ങ് ജീവിക്കുകയാണ്. അലപ്പോയിലെ പാവപ്പെട്ട പിഞ്ചോമന മക്കളുടെ വേദന കാണുമ്പോ നമ്മുടെ എല്ലാം ഹൃദയം അവിടുന്ന് തുണ്ടമായി പോയില്ലേ? എപ്പോഴാണ് അതാ 7 വയസ്സുള്ള ഒരു പിഞ്ചോമന പൈതലിന് അനസ്തേഷ്യ കൊടുത്തിട്ട് ബോധം കെടുത്തിയിട്ട് സർജറി ചെയ്യാൻ കഴിയാതെ വന്നപ്പോ ആ പച്ച ശരീരത്തിലേക്ക് സർജിക്കൽ നൈഫ് വെച്ചുകൊണ്ട് അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോ സമാധാനത്തിന് വേണ്ടി ലം യകുലില്ലദീന കഫറൂ എന്ന് ഖുർആൻ ഓതിയിട്ട് കിടക്കുന്ന ഓമന പൈതലിന്റെ ചിത്രം സാമൂഹ്യ മാധ്യമത്തിലൂടെ കണ്ടില്ലേ നിങ്ങൾ? അല്ലാഹുവിന്റെ ഖുർആനിന്റെ പവർ അല്ലേ അത്? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ആരുടെ ഖൽബാണ് നൊമ്പരപ്പെട്ടു പോകുന്നത്? 1, 2, 3 കുട്ടികളല്ല, ഓമന മക്കൾക്ക് വേദന കൊണ്ട് പൊളയുമ്പോ അവരോദിട്ട് സമാധാനിക്കുക. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ ഇത്രയും സ്പഷ്ടമായി നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് ദിവസം മണിക്കൂറുകൾ വാട്സാപ്പിന്റെ മുമ്പിൽ കുത്തിരിക്കാൻ സമയം കിട്ടുന്ന സഹോദര, 1.5 മിനിറ്റ് എടുത്തിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ഒരു പേജ് ഓതാൻ നമുക്ക് സമയം കിട്ടും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു പുറം പാരായണം ചെയ്യാൻ 1.5 മിനിറ്റോ 2 മിനിറ്റോ മതി. ഇന്ന് നമ്മൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് മെസ്സേജുകൾ വാട്സാപ്പിലൂടെ വായിക്കുകയോ ഷെയർ ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ ഏതൊക്കെയോ ആളുകളുടെ പച്ചമാംസം തിന്നുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധ കലാമിൽ നിന്നൊരു പേജ് ഓതാൻ നമുക്ക് നേരം കിട്ടില്ല. നമ്മൾ ഇനിയും തിരുത്തിയില്ലെങ്കിൽ നമ്മൾ ഒരുപാട് തിക്താനുഭവങ്ങൾ അഭിമുഖീകരിക്കും. അല്ലാഹുവിന്റെ കലാം ഓതാൻ നമുക്ക് നേരല്ല, ബാക്കി എല്ലാത്തിനും
അള്ളാഹുവിന്റെ ഖുർആന്റെ ഒരു പേജ് ഓതാൻ 2 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ ആവട്ടെ, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അതിന് നമുക്ക് സമയമില്ല. നമ്മൾ വേറെ ഏതൊക്കെയോ കമന്റുകളിലാണ്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ മഹത്വം ഈ വിമർശനങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അള്ളാഹുവിന്റെ കലാം ഉയർന്നു നിൽക്കുകയാണ്. ഞാൻ ഈ 22-ാം തീയതി മംഗലാപുരത്ത് ദേർലക്കട്ടക്കടുത്തൊരു സ്ഥലത്ത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. സാധാരണയുള്ളതിനേക്കാൾ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ്. എന്താ കാരണം? കർണാടകയിലെ ഹെൽത്ത് മിനിസ്റ്റർ UT ഖാദർ സാഹിബിന്റെ മകൾ 12 വയസ്സുള്ള കുട്ടി ഖുർആൻ ഹാഫിളത്തായതിന്റെ സന്തോഷത്തിന് വേണ്ടി അദ്ദേഹം സംഘടിപ്പിച്ച പ്രോഗ്രാമായിരുന്നു. അദ്ദേഹത്തിന് ഒരു മകളേ ഉള്ളൂ. ആ മോള് ഖുർആൻ പഠിച്ച് ഹാഫിളത്തായി. ആ ഹാഫിളത്തിന് സനദ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാം. അദ്ദേഹം എന്നെ അതില് 2, 3, 4 ദിവസത്തെ പ്രോഗ്രാം ഉണ്ട്. അതിൽ 1-ാമത്തെ ദിവസം എന്നെ വിളിക്കാൻ ഒരു കാരണമാണ്. 7 വയസ്സുള്ള സമയത്ത് ആ മോളെയും കൊണ്ട് നമ്മുടെ ഖാദിസിയ ബനാത്തിൽ അദ്ദേഹം വന്നു. അന്ന് അദ്ദേഹം മിനിസ്റ്റർ അല്ല, അന്ന് അദ്ദേഹം അവിടുത്തെ MLA. കുട്ടി റെഡിയാണ് ഇവിടെ നിന്ന് പഠിക്കാൻ. പക്ഷെ ഇത്രയും ദൂരെ ഈ ചെറിയ കുട്ടിയെ നിർത്തിയിട്ട് പോകാൻ ഉമ്മാക്ക് മനസ്സ് വരാത്തത് കൊണ്ടും, നമുക്കാണെങ്കിൽ അത്രയും ചെറിയ കുട്ടികളെ പരിചരിക്കണമെങ്കിൽ ഡ്രസ്സ് അലക്കി കൊടുക്കാനും എല്ലാം ഉള്ള സംവിധാനങ്ങൾ വേണം. അത്രയും സംവിധാനം ഇല്ലാത്തത് കൊണ്ടും അദ്ദേഹം തൽക്കാലം പോയി അദ്ദേഹത്തിന്റെ നാടിനടുക്കൽ ദേർലക്കട്ടയിൽ ഒരു സ്ഥാപനം തുടങ്ങി. അവിടെ പഠിപ്പിച്ച് കുട്ടി ഹാഫിളത്തായി. അതിന്റെ സന്തോഷം. അദ്ദേഹത്തിന്റെ ഫാമിലി മുഴുവനും തത്തുല്യമായ വിദ്യാഭ്യാസ ഭരണാധികാര യോഗ്യതയുള്ള ആളുകളാണ്. അദ്ദേഹത്തിന്റെ അനുജൻ ഇഫ്തിഖാർ സാഹിബ് ഡോക്ടർ, അദ്ദേഹം ഒരു പീഡിയാട്രീഷ്യനും 4 യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് അംഗവുമാണ്. അവരുടെ ഭാര്യ ഗൈനക്കോളജിസ്റ്റ് പ്ലസ് ഇപ്പോൾ അമൃത ഹോസ്പിറ്റൽ ഓങ്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് അത്രയും വലിയൊരു ഫാമിലിയിൽ അവരെല്ലാം ദീനിയായി ജീവിക്കാനുള്ള കാരണം ഈ മകളെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച് അവരുടെ ചിട്ടയിൽ വാപ്പ കടന്നു വരുമ്പോ ഈ മകള് ചോദിക്കുന്നത് വാപ്പ ഭക്ഷണം കഴിച്ചോ എന്നല്ല, നിസ്കരിച്ചോ എന്നാണ്. ഈ രീതിയിൽ പൊതുരംഗത്തുള്ളവർ വരെ ഇപ്പോൾ ദീനിനെ അറിഞ്ഞുകൊണ്ട് അവരുടെ മക്കളിലൂടെ വരെ അല്ലാഹു തആല ഖുർആനിന്റെ മുഅ്ജിസത്തെ ലോകത്ത് നിലനിർത്തുമ്പോൾ, പ്രിയമുള്ളവരെ, എന്റെ ചെറുപ്പക്കാരായ സഹോദരന്മാരോട് പറയാണ്, അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ ഒന്ന് പരിഗണിക്കണേ. എല്ലാ ദിവസവും ഒരു പുറമെങ്കിലും ഖുർആൻ ഒന്ന് പാരായണം ചെയ്യണേ. എന്നിട്ട് നമ്മുടെ ബന്ധം അതിനോട്, ഖുർആനിനോട്, അഹ്ലുൽ ഖുർആൻ വഅഹ്ലുൽ ഖുർആൻ. ഈ ഖുർആൻ നിങ്ങൾക്ക് ശഫീആണ്, ഖുർആൻ നിങ്ങൾക്ക് ശുപാർശയാണ്. അങ്ങനെയുള്ള ഖുർആനെ അറിയാൻ നമുക്ക് നേരം വേണം. ഇരിക്കട്ടെ, യത്ലൂ അലൈഹിം ആയാതി വയുസക്കീഹിം. നമ്മളെ സംസ്കരിക്കാനുള്ള നബിതങ്ങൾ എവിടെയാണ് ഇരിക്കേണ്ടത്? നമ്മുടെ ഖൽബിലാണ്. ഫോട്ടോയിലല്ല, പ്രതിമയിലല്ല, പ്രതിഷ്ഠയിലല്ല, ചിത്രത്തിലല്ല, ചിത്രീകരണത്തിലല്ല, ആർട്ട് ഗാലറിയിലല്ല, ഫോട്ടോ ഗാലറിയിലല്ല. ഹബീബായ തങ്ങൾ ഇരിക്കേണ്ടത് ഖൽബിലാണ്. ആ ഖൽബിൽ ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി തങ്ങളുടെ റോൾ എന്താണ്? നമ്മുടെ ജീവിതത്തെ മുഴുവനും സംസ്കരിക്കലാണ്. അരമനയുടെ അകത്തളത്തിൽ ഭർത്താവിന് ഭാര്യ നൽകേണ്ട ചില ന്യായങ്ങളുണ്ട്, ഭാര്യയ്ക്ക് ഭർത്താവ് നൽകേണ്ട ചില അവകാശങ്ങളുണ്ട്. ഇത് പറയേണ്ട നബി എവിടെയാണ് വേണ്ടത്? ഭർത്താവിന്റെ ഖൽബിലാണ്, ഭാര്യയുടെ ഖൽബിലാണ്. ആ ജീവിതത്തിന്റെ, സ്വകാര്യ ജീവിതത്തിന്റെ നിയമങ്ങൾ മുതൽ അന്താരാഷ്ട്ര കത്തടപാടിലൂടെയും കറൻസി സംവിധാനത്തിലൂടെയും രാജ്യഭരണത്തിലൂടെയും അമരത്തിരിക്കുന്നവർ വരെയുള്ള നിയമം പഠിപ്പിച്ചു തന്ന നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ റസൂലുള്ളാഹിനെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി. വളരെ സിമ്പിളായ ജീവിതം, ലളിതമായ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ 3 ദിവസം അടുപ്പിച്ച് അടുപ്പ് പുകഞ്ഞിട്ടില്ല. എത്രയോ സമയമാണ് നബി തങ്ങൾ വിശന്നു നടന്നത്.
അവിടുത്തെ വീട്ടിലേക്ക് ചെന്നാൽ വലിയ സംവിധാനങ്ങളൊന്നുമില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുമ്പോൾ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഖലീഫയായിരിക്കുമ്പോൾ സിറിയയുടെ ഗവർണറാണ് അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ഖലീഫ പോയിട്ട് ഗവർണറായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കാണാൻ ചെന്ന് പറഞ്ഞു, അബൂ ഉബൈദ നിങ്ങളുടെ വീട് എവിടെയാണ്? ഞാനും വരുന്നുണ്ട്. അപ്പൊ അബൂ ഉബൈദ തങ്ങൾ ചോദിച്ചു, എന്റെ വീട്ടിൽ വന്നിട്ട് എന്താ പ്രത്യേകിച്ച് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല, നിങ്ങളെ വീട്ടിൽ നിന്ന് വരണം. റളിയല്ലാഹു അൻഹു കൃത്യമായ ചിട്ടയുള്ള ഭരണാധികാരിയാ. അതിൽ ചിലപ്പോൾ ഒരു ചിന്ത ഉണ്ടാവും, ഗവർണറുടെ വീട് എങ്ങനെ, ഗവർണറുടെ ജീവിതം എങ്ങനെ, ഗവർണർ വല്ല ദൂർത്തടിക്കുന്നുണ്ടോ, ഗവർണർ വല്ല കുംഭകോണം നടത്തുന്നുണ്ടോ എന്നൊക്കെ അറിയേണ്ട കൃത്യത കൂടി ഭരണാധികാരിക്കുണ്ട്. അതുകൊണ്ടൊന്ന് വരണം നിങ്ങളെ വീട്ടിൽ. അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ വീട്ടിൽ വന്നാൽ കണ്ണുനീര് തുടച്ചുകൊണ്ട് തിരിച്ചു പോരാ. ശരി. ചെന്നപ്പോ ഈ തപ്പനെ ഓല കൊണ്ടുണ്ടാക്കിയ ഒരു ചിറ്റക്കുടിൽ, അതിന്റെ ഉള്ളിൽ 2 തോൽപാത്രങ്ങളുണ്ട്. ഒന്നിൽ വെള്ളവും ഒന്നിൽ കാരക്കാരും. ഈ തപ്പനയുടെ ഓല നിറച്ച ഒരു തലയിണയുണ്ട്. അകത്തേക്ക് കടന്നപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഐന മതാഉക യാ അബൂ ഉബൈദ? ഓ അബൂ ഉബൈദ, നിങ്ങളുടെ ഫർണിച്ചർ ഒക്കെ എവിടെ? ഇതേ ഉള്ളൂ. നിങ്ങളുടെ ഭക്ഷണം എവിടെ? അതാ അവിടെ മൂലയിൽ ഒരു പാത്രത്തിൽ ഒരു വട്ടിയിൽ വെച്ചിട്ടുണ്ട് കുറച്ച് ഉണക്ക റൊട്ടിയുടെ കഷ്ണങ്ങൾ. അത് കൊണ്ടുവന്ന് കൊടുത്തു മഹാനായ അബൂ ഉബൈദ. അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, യാ അബൂ ഉബൈദ, അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ്. ഇതൊക്കെ കേട്ടിങ്ങനെ പോകണ്ടല്ല, ചരിത്രം നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ജോർദാനിൽ വിശ്രമിക്കുന്നുണ്ട് മഹാനവറുകൾ. ഇന്നും നിങ്ങൾക്ക് സന്ദർശിക്കാം. വലിയ മഖബറയാണ് ജോർദാനിൽ. അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ലളിതമായ ജീവിതം, സിമ്പിളായ ജീവിതം. അവിടുന്ന് പറഞ്ഞു, അല്ല യാ അബൂ ഉബൈദ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിത്യാഗത്തെ പകർത്തിയെടുത്തല്ലോ അബൂ ഉബൈദ. അത്ഭുതം തന്നെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അത്രയ്ക്ക് സിമ്പിൾ ആയിരുന്നു. അതങ്ങനെ തന്നെ പകർത്തിയല്ലോ അബൂ ഉബൈദ. ഒരിക്കലും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുമ്പോൾ കൂട്ടുകാരോട് ചോദിച്ചു, തമന്നൗ, നിങ്ങളുടെയൊക്കെ ആഗ്രഹം എന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ ഒരാൾ പറഞ്ഞു, എന്റെ വീട് നിറച്ച് പൊന്നുണ്ടായിരുന്നെങ്കിൽ അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കായിരുന്നു. നമ്മളൊന്നും അങ്ങനെ പറയണമെന്നില്ല. അടുത്ത ആള് പറഞ്ഞു, എന്റെ വീട്ടിൽ നല്ല പേൾസ് ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസ് ഉണ്ടായിരുന്നെങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാമായിരുന്നു. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു, എന്റെ വീട്ടിൽ കനകങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ കൊടുക്കായിരുന്നു. ചോദിച്ചു കഴിഞ്ഞിട്ട് അവസാനം ചോദിച്ചു, യാ ഖലീഫത്ത റസൂലില്ലാഹ് അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ മോഹം എന്താണ്? അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, എന്റെ വീട്ടിൽ പൊന്നല്ല, എന്റെ വീട്ടിൽ തങ്കമല്ല, എന്റെ വീട്ടിൽ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹിനെ പോലെയുള്ള ആൺകുട്ടികൾ ചുണക്കുട്ടന്മാരുണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇസ്ലാമിന്റെ മുന്നേറ്റം നടത്തുമായിരുന്നു. അതാണ് എന്റെ ഖലീഫ ഉമർ ഖത്താബ്. കാരണം എന്താ? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഒരു മുന്നേറ്റത്തിന് പോയിട്ട് അവിടുന്ന് മെസ്സേജ് അയച്ചു, യാ ഖലീഫത്ത റസൂലില്ലാഹി അമീറുൽ മുഅ്മിനീൻ, 2000 അടങ്ങുന്ന ഒരു പട്ടാളത്തിന്റെ ബറ്റാലിയൻ അവിടെ അല്ലെങ്കിൽ ഞങ്ങൾ ബേജാറായി പോയി. ഉടനെ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 2 പേരെ വിട്ടിട്ട് പറഞ്ഞു, ഇവർ കുല്ലും മിൻഹുമാ ബിഅൽഫ് റജുൽ, ഈ 2 പേരും 1000ന് പറ്റുന്ന ഓരോരുത്തരാണ്, നിങ്ങൾ ജയം വരിച്ചോളൂ. അതായിരുന്നു മദീനയിൽ നിന്ന് വന്ന വിപ്ലവകാരി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭൗതികമായ ആയുധങ്ങളല്ല, അവരുടെ കയ്യിലുണ്ടായിരുന്ന അടിസ്ഥാനമില്ലാത്ത അഖീദയല്ല, അവരുടെ കയ്യിലുണ്ടായിരുന്ന ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗമാണ്. ബദറിന്റെ തലേനാള് മഹാന്മാരായ സ്വഹാബത്ത് പറയുകയാണ്, ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ
വൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. തങ്ങളിലേക്കല്ലാതെ ഞങ്ങൾക്ക് ഓടി വരാൻ വേറെ കേന്ദ്രമില്ല. കാരണം എന്താണ്? ഈ ഉമ്മത്തിന് ഓടി വരാനുള്ള കേന്ദ്രം ഈ ഉമ്മത്തിന്റെ നബിയാണ്.